إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلنا عليك الكتاب للناس بالحق فمن اهتدى فلنفسه ومن ضل فإنما يضل عليها وما أنت عليهم بوكيل. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ കൽപ്പനകളെ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും തഖ്വ ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോട് നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണുവാനും അവകളെ ജീവിതത്തിൽ പകർത്തുവാനും അവസാന നിമിഷം വരെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടു കൂടി ജീവിക്കുവാനും അതേ പൊരുത്തത്തോടു കൂടി കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് യാത്ര ചെയ്യാനുള്ള വലിയ സൗഭാഗ്യം നൽകി അള്ളാഹു നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ സൂറത്ത് സുമറിലെ 41-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തമാക്കുന്നു, ഇന്നാ അൻസൽനാ അലൈക്കൽ കിതാബ ലിന്നാസി ബിൽ ഹഖ് ഫമൻ ഇഹ്തദാ ഫലിനഫ്സി വമൻ ളല്ല ഫഇന്നമാ യളില്ലു അലൈഹാ വമാ അൻത അലൈഹിം ബിവകീൽ. ഇന്നാ അൻസൽനാ, നിശ്ചയമായും നാം അവതരിപ്പിച്ചു അല്ലെങ്കിൽ ഇറക്കി, അലൈക്ക താങ്കളുടെ മേൽ, അൽ കിതാബ് പ്രസ്തുത വേദഗ്രന്ഥത്തെ അഥവാ ഖുർആനിനെ, ലിന്നാസി ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാം അവതരിപ്പിച്ചിട്ടുള്ളത്, ബിൽ ഹഖ് സത്യവും കൊണ്ടാണ് ഈ ഒരു ഗ്രന്ഥം നാം അവതരിപ്പിച്ചിട്ടുള്ളത്. ഫമൻ ഇഹ്തദ, അപ്പോൾ ആരെങ്കിലും അതിൽ നിന്നും ഹിദായത്ത് കണ്ടെത്തുന്നുവെങ്കിൽ, ഫലിനഫ്സി വ്യക്തിപരമായി അവന് തന്നെയാണ് അതുകൊണ്ടുള്ള ഗുണം. വമൻ ളല്ല, ഇനി ആരെങ്കിലും ളലാലത്തിലായാൽ, ഫഇന്നമാ യളില്ലു അലൈഹ, ളലാലത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസവും അത് അവനുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയമാണ്. അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദൂഷ്യങ്ങളും അവന്റെ മേൽ തന്നെയാണുള്ളത്. വമാ അൻത അലൈഹിം ബിവകീൽ, താങ്കൾ അവരുടെ മേൽ കൈകാര്യകർത്താവൊന്നുമല്ല. ഇവിടെ 1-2 വിഷയങ്ങളാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമതായി, എന്താണ് ഖുർആൻ എന്ന് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നു. താങ്കളുടെ മേൽ അവതരിപ്പിച്ച ഈ ഒരു ഗ്രന്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് സംബോധന ചെയ്യുന്നത്. അത് ജനങ്ങൾക്ക് മുഴുവനും വേണ്ടിയിട്ടുള്ളതാണ് എന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു. താങ്കളും താങ്കളുടെ ഉമ്മത്തികളിലുള്ള മുഴുവൻ ആളുകളും
പോരാ, ഇതര മതസ്ഥരായ ആളുകളായിട്ടുള്ള എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന, അവർക്കൊക്കെയും ഹിദായത്ത് പകർന്നു കൊടുക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു വേദഗ്രന്ഥം എന്നുള്ള നിലയ്ക്ക് ഖുർആനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ട് അത് സത്യവും കൊണ്ടാണ് വന്നത് എന്നുകൂടി വ്യക്തമാക്കുന്നു. ഒരു സത്യാന്വേഷിയെ സംബന്ധിച്ചിടത്തോളം ഇത് പഠന വിധേയമാക്കാവുന്നതാണ്. സത്യത്തെ കണ്ടെത്തണം. യുക്തിയും ചിന്തയും ബോധവുമുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം അതെന്റെ ജീവിത ബാധ്യതയാണ് എന്ന് ഒരു വ്യക്തി തിരിച്ചറിയുന്ന പക്ഷം അവൻ ഏത് കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചവനായിരുന്നാലും, ദീനില്ലാത്ത ഒരു മുസ്ലിം കുടുംബത്തിലാണോ അല്ലെങ്കിൽ ഇതര മതസ്ഥരായ മാതാപിതാക്കളുടെ കുടുംബത്തിലാണോ, അതൊന്നും ഇവിടെ പരിഗണിക്കപ്പെടേണ്ടതല്ല എന്നുള്ളതാണ്. എല്ലാ ജനങ്ങളുടെ മുമ്പാകെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ അവതരിപ്പിക്കുകയാണ്. അതിനുശേഷം അള്ളാഹു വ്യക്തമാക്കുന്നത് ഫമൻ ഇഹ്തദാ ഫലിനഫ്സി, ആരെങ്കിലും ഇതിലൂടെ ഹിദായത്ത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിലും കൊള്ളാം, അല്ലാത്തവനാണെങ്കിലും കൊള്ളാം, അതിന്റെ ഗുണമെന്നുള്ളത് അവനു തന്നെയാണുള്ളത്. വമൻ ളല്ല, അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു അവസ്ഥ, ആരെങ്കിലും വലാലത്തിന്റെ വഴിയിലൂടെ ആ ഖുർആനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഫഇന്നമാ യദുല്ലു അലൈഹ, അതിന്റെ വലാലത്തുമായി ബന്ധപ്പെട്ട എല്ലാ ദൂഷ്യങ്ങളും അവന്റെ മേൽ തന്നെയാണുള്ളത്. വമാ അൻത അലൈഹിം ബിവക്കീൽ, താങ്കൾ അവരുടെ മേൽ, ഈ പറയപ്പെട്ട വലാലത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ വിഷയത്തിലൊന്നും അധികാരമേൽപ്പിക്കപ്പെട്ട വ്യക്തിയൊന്നുമല്ല. മറ്റൊരു സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സുപരിചിതമായ സൂറത്താണ് സൂറത്തുൽ ഗാശിയ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലസ്ത അലൈഹിം ബിമുസയ്യിത്തിർ. ഇതേ ആശയത്തിൽ തന്നെയാണ് അല്ലാഹു അവിടെയും സംസാരിക്കുന്നത്. അവരുടെ മേൽ അധികാരമൊന്നും താങ്കളെ ഏൽപ്പിച്ചിട്ടില്ല. താങ്കൾ മുന്നറിയിപ്പ് കൊടുക്കുക, അത് ഉൾക്കൊള്ളാൻ തയ്യാറുള്ളവർ ഉൾക്കൊണ്ടോളും, മറ്റുള്ള ആളുകൾ വഴിമാറി സഞ്ചരിക്കുകയും ചെയ്യും. സൂറത്തുൽ ഖാഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, വമാ അൻത അലൈഹിം ബിജബ്ബാർ, താങ്കൾ ജബ്ബാർ ഒന്നുമല്ല, വലിയ ജബ്ബാർ കളിക്കാൻ പോവുകയും വേണ്ട. വലിയ അധികാരമുള്ള ഒരു വ്യക്തിയൊന്നുമല്ല താങ്കൾ. താങ്കളുടെ ഉത്തരവാദിത്വം കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക, അറിയിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക, കഴിഞ്ഞു. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ചുകൂടി കടുപ്പത്തിലാണ് സംസാരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഫഇൻ ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫ. ഇതെന്താണ് പ്രവാചകരെ, ഇതെന്താണ് ഈ അവസ്ഥ? അതിന്റെ ഒരു വികാരം, ആയത്ത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു വികാരം അതാണ്, അതിന്റെ സാഹിത്യം അതാണ്. ഇത് താങ്കൾ വല്ല ആത്മഹത്യയും ചെയ്തു പോയിരിക്കുമോ? താങ്കളുടെ മാനസികാവസ്ഥ കണ്ടിട്ട് അങ്ങനെ ഒരവസ്ഥ വരെ ഉണ്ടല്ലോ. ആ ചിന്തകളിലും ആ മനപ്രയാസത്തിലും ബുദ്ധിമുട്ടിലും മനസ്സകത്തുമെല്ലാം ഇതൊക്കെ ഉണ്ടല്ലോ. സ്വന്തം ജീവിതത്തെ തന്നെ താങ്കൾ ഇല്ല വേണ്ടെന്ന് വെക്കുമോ എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വരെ താങ്കൾ എത്തിപ്പെടുകയാണോ? അസഫ, എന്തൊരു ദുഃഖിതനാണ് താങ്കൾ. എന്താണ് പ്രശ്നം? അവരൊന്നും ഈമാനിലേക്ക് വരുന്നില്ല, അതാണ് താങ്കളുടെ പ്രശ്നം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രിയമുള്ളവരെ, ഈമാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹിദായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തഖ്വയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തി ഉൾക്കൊള്ളുന്നുവെങ്കിൽ അതുകൊണ്ടുള്ള ഗുണം അവന് തന്നെയാണ് എന്ന് ഖുർആൻ പറയുമ്പോൾ താല്പര്യമുള്ളവരൊക്കെ അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അപരന്റെ വിഷയത്തിൽ വല്ലാത്ത മനപ്രയാസത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം, പലപ്പോഴും നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നമുക്കിടയിലേക്ക് കടന്നു വന്നപ്പോ പല കുടുംബങ്ങളിലും വലിയ പ്രശ്നങ്ങളുണ്ടായി. എന്താണ് പ്രശ്നം? തർക്കങ്ങളാണ്. ഒരു ഉമ്മ ഇരുന്ന് ദുആ ചെയ്യാണ്, പടച്ചവനെ എന്റെ മക്കൾക്കൊന്നും ദീനീ ബോധം നീ കൊടുക്കല്ലേ എന്ന്.
കാരണം ഖുർആനുമായി ബന്ധപ്പെട്ട ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും നടത്താത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബങ്ങളിലൊന്നും ഇല്ലാത്ത പ്രശ്നം എൻ്റെ കുടുംബത്തിലുണ്ട്. കാരണം എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് മക്കൾ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊന്നും സന്മാർഗത്തെ പൂർണ്ണമായ രൂപത്തിൽ ഉൾക്കൊള്ളുന്നില്ല. അത് എന്നെ സംബന്ധിച്ചൊന്നും സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതിനെ തുടർന്ന് ആക്ഷേപങ്ങൾ, കുറ്റപ്പെടുത്തകൾ, പ്രശ്നങ്ങൾ, അങ്ങനെ എത്രയോ കുടുംബങ്ങൾ ഒരു പെരുന്നാൾ ദിവസം മാതാവും പിതാവും ഇരുന്ന് കരയേണ്ടി വരികയാണ്. കാരണം ആ വീട്ടിൽ രണ്ട് മക്കള് പരസ്പരം തല്ലി പ്രശ്നങ്ങൾ ഉണ്ടായി. കാരണം ഒരു മോന് നോമ്പാണ്, ഒരു മോന് പെരുന്നാളാണ്. ഈരാറ്റുപേട്ടയിൽ സംഭവിച്ച സംഭവമാണ്. ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ. ഇവിടെ പറഞ്ഞു വരുന്നത് മറ്റൊരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു സങ്കടം, മൗലവിമാരൊക്കെ എന്താ ഇങ്ങനെ, അവരൊക്കെ വല്ലാത്ത ബിദഅത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയാണല്ലോ. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് അവരെയൊക്കെ ആക്ഷേപിച്ചു, അവരെല്ലാം കുറ്റപ്പെടുത്തി, അവരെയൊക്കെ കൊള്ളരുതാത്തവരായിട്ട് പ്രഖ്യാപിച്ചു. എന്നിട്ടും സമാധാനം കിട്ടുന്നില്ല. അവസാനമാണ് ഈ ഉള്ളവന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചത്, പണ്ഡിതന്മാരൊക്കെ എന്താ ഇങ്ങനെയെന്ന്. അല്ല, അവരങ്ങനെ അതിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഖുർആൻ എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതല്ലേ, ഹദീസ് എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണ്. ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും ശേഷിയും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. ഇതില്ലാത്തവരുടെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞോ ഞാൻ നോക്കിക്കോളാം. മന്ദബുദ്ധികളായിട്ടുള്ള ആളുകളെ വിട്ടേക്കാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞു. മനസ്സിലാകാത്ത ആളുകളെയും വിട്ടേക്കാൻ പറഞ്ഞു. കാരണം മന്ദബുദ്ധികൾ എന്ന് പറയുമ്പോൾ മാനസികമായി ജന്മനാ തന്നെ പ്രശ്നമുള്ളവരാണെങ്കിൽ സത്യവിശ്വാസത്തെ ഉൾക്കൊള്ളുന്ന വിഷയത്തിലും ചില മാനസിക പ്രശ്നങ്ങൾ ആളുകൾ അനുഭവിക്കുന്നുണ്ട് എന്നർത്ഥം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ സൂറത്തുൽ ബഖറയിലൂടെ വളരെ വ്യക്തമായ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഹൃദയങ്ങൾക്ക് രോഗം ബാധിച്ചിരിക്കുകയാണ്. ഫസാദഹുമുല്ലാഹു മറദ ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ. അവരുടെ ഹൃദയത്തിന് രോഗമാണ്, മാനസിക രോഗമാണെന്ന് അർത്ഥം. അള്ളാഹ് പറയുകയാണ്, സന്മാർഗത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത നിഫാഖിന്റെ അഥവാ കപടതയുടെ സ്വഭാവവും വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് അവർക്ക് മാനസിക രോഗമാണ്. അതൊരു തരം പ്രത്യേക രോഗമാണ്. ആ രോഗം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ, ഒട്ടും കുറയൊന്നും വിചാരിക്കേണ്ടെന്നാ പറയുന്നത്. ഇതൊക്കെ നമുക്ക് നൽകുന്ന പാഠം എന്താണ്? വ്യക്തിപരമായി വലിയ ചിന്തകൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് അല്ലാഹു സൂചിപ്പിക്കുകയാണ്. ഇപ്പൊ ഞാൻ ചിന്തിക്കേണ്ടത് ഈരാറ്റുപേട്ടയിലുള്ള ജനങ്ങൾക്കൊക്കെ എന്ത് പറ്റി, അവരൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെയായി പോയി എന്നുള്ള നിലയ്ക്കല്ല. പലപ്പോഴും നമ്മുടെ ക്ലാസ്സുകളും പ്രഭാഷണ വേദികളിലും ഒക്കെ ലോക മുസ്ലിമീങ്ങളെ കുറിച്ചുള്ള ആദിയും വെപ്രാളവും മനപ്രയാസവും ഒക്കെയാണ്. എൻ്റെ വിഷയത്തിൽ യാതൊരു പ്രയാസവും ഇല്ല. കാരണം എല്ലാം തികഞ്ഞവനായിട്ട് എനിക്ക് എന്നെ തന്നെ തോന്നുകയാണ്. ഇത് വലിയൊരു അപകടം പിടിച്ച ഒരു മാനസികാവസ്ഥയാണ്. ഇപ്പൊ കേൾക്കുന്ന നിങ്ങൾക്കും തോന്നുന്നു, ഞങ്ങളെല്ലാം നല്ല ആളുകളാണ്, ഞങ്ങളൊക്കെ ഹിദായത്ത് ഉൾക്കൊണ്ടവരാണ്, ഈമാനെ ഉൾക്കൊള്ളവരാണ്. കുഴപ്പം പുറത്തുള്ള ആളുകൾ, മറ്റുള്ള പള്ളിയിൽ പോകുന്ന ആളുകൾക്കും മറ്റുള്ള കൂട്ടായ്മയിലുള്ള ആളുകൾക്കും ഒക്കെയാണ് കുഴപ്പമുള്ളത് എന്നുള്ള ഒരു ധാരണയിലേക്ക്, തെറ്റായ ഒരു ധാരണയിലേക്ക് പലപ്പോഴും നമ്മളായി പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ ഖുർആൻ പറയുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാര്യങ്ങൾ വ്യക്തമാണല്ലോ, കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കേൾപ്പിക്കുന്നുമുണ്ട്. ബിദ്അത്ത് എന്താണെന്നും സുന്നത്ത് എന്താണെന്നും ഹിദായത്ത് എന്താണെന്നും വലാലത്ത് എന്താണെന്നും അറിയാത്ത ആളുകളുണ്ടോ? അതിന്റെ ബാലപാഠങ്ങൾ പഠിക്കാത്ത ആളുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് മറുപടി. പിന്നെ താല്പര്യങ്ങളാണ്. ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളിലൂടെയാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിദായത്താണ് എൻ്റെ താല്പര്യമെങ്കിൽ ഹിദായത്തിന് വേണ്ടി ഞാൻ വാദിച്ചുകൊണ്ടേയിരിക്കും. വലാലത്താണ് എൻ്റെ താല്പര്യമെങ്കിൽ വലാലത്തിന് വേണ്ടി ഞാൻ വാദിച്ചുകൊണ്ടേയിരിക്കും. ബിദ്അത്താണ് എൻ്റെ താല്പര്യമെങ്കിൽ ബിദ്അത്തിന് വേണ്ടി ഞാൻ വാദിച്ചുകൊണ്ടേയിരിക്കും. സുന്നത്താണ് എൻ്റെ താല്പര്യമെങ്കിൽ ഞാൻ സുന്നത്തിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കും. ഇത് മനുഷ്യന്റെ താല്പര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടതില്ല, മറ്റുള്ളവരുടെ വ്യക്തിപരമായ വിഷയത്തിൽ വല്ലാതെ ഇടപെടേണ്ട ഒരു ബാധ്യത അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്, വമാ അൻത അലൈഹിം ബിവക്കീൽ വമാ അൻത അലൈഹിം ബിജബ്ബാർ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ വല്ലാതെ അങ്ങോട്ട് മറ്റുള്ളവരുടെ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല. അത് വിട്ടേക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക, അതോടുകൂടി താങ്കളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ അതിനും അപ്പുറം ഒരു മാനസികമായ ഒരു പ്രയാസം, ഒരു നാടൻ ഭാഷയെ പറഞ്ഞാൽ ഒരു തരം ഏനക്കേട്,
അതിന്റെ ആവശ്യം ഇല്ല എന്ന് പറയുന്നത്. നിങ്ങൾ സ്വതന്ത്രരാകൂ. നിങ്ങൾ നന്മയെ ഉൾക്കൊണ്ടിട്ടുണ്ടോ പരമാവധി മറ്റുള്ളവരോടൊക്കെ പറയുക. അവർക്ക് ഇഷ്ടമുള്ള സമയത്തോളം പറയും. അനിഷ്ടകരമായി തോന്നില്ല അവിടെ കൊണ്ട് നിർത്തുക. ഇല്ലെങ്കിൽ നിന്നെ കാണുമ്പോൾ ആളുകൾ ഓടി ഒളിക്കാൻ തുടങ്ങും. മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തിയിട്ടൊന്നും ദീൻ അവതരിപ്പിക്കണമെന്നോ ദീനിയായ കാര്യങ്ങൾ പറയണമെന്നോ ഒന്നും ദീൻ പറയുന്നില്ല. അത് ഉൾക്കൊള്ളുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ അത് പ്രയോജനപ്പെടുകയുള്ളൂ എന്ന് അള്ളാഹു എത്രയോ ആവർത്തി പറഞ്ഞു കഴിഞ്ഞു. സൂറത്ത് യാസീനിൽ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. അഊദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ ദിക്റ വഖശിയ റഹ്മാന ബിൽ ഗൈബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തി ഹിദായത്തിന്റെ വഴിയിലേക്ക് കടന്നു വരാനുള്ള ഒരു മാനസികാവസ്ഥ അവതരിപ്പിക്കുകയാണ്. ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ ദിക്റ. ആരെങ്കിലും ദിക്റിനെ ഇത്തിബാഅ് ചെയ്യുന്നുവെങ്കിൽ, പിൻപറ്റാൻ അവന്റെ മനസ്സ് താല്പര്യപ്പെടുന്നുവെങ്കിൽ, ദിക്ർ എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുവായിട്ട് നടത്തിയിട്ടുള്ള ആത്യന്തികമായ ഒരു കരാറാണ്. ആ ഒരു കരാറിനെ പറ്റിയുള്ള ഒരു ബോധമാണ് ഹിദായത്തിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദിക്ർ എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. ഈ ഖുർആനെ കുറിച്ച് കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനും താല്പര്യമുള്ള മനസ്സുകളോട് സംസാരിക്കുക. അവര് ദിക്റിനെ ഇത്തിബാഅ് ചെയ്യുന്നവരാണ്. അവരോട് പോയിട്ട് പറഞ്ഞു കൊടുക്കുക. അല്ലാത്ത ആളുകൾ ഒഴിവാക്കുക. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവരെ വെറുതെ ഇടങ്ങേറാക്കേണ്ട കാര്യമില്ലല്ലോ. അവരെ ഒഴിവാക്കി വിട്ടേക്ക്. അവരോട് വീണ്ടും വീണ്ടും പോയി പറഞ്ഞ് അവരെ ഇടങ്ങേറാക്കേണ്ട കാര്യമൊന്നുമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. ദീന്റെ വിഷയത്തിൽ അങ്ങനെ നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. എല്ലാം വ്യക്തമാണ്. ഫമൻ യക്ഫുർ ബിത്താഗൂത്ത് വയുമിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഖുർവത്തിൽ വുസ്ഖാ. എല്ലാം വ്യക്തമായി കഴിഞ്ഞതാണ്. എന്താണ് ഷിർക്കിന്റെ വഴി, എന്താണ് കുഫ്രിയത്തിന്റെ വഴി, എന്താണ് നിഫാഖിന്റെ വഴി, എന്താണ് ഹിദായത്തിന്റെ വഴി, എന്താണ് ഈമാനിന്റെ വഴി, എല്ലാം വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞു. ഇനിയിപ്പോ ഒരുപാട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അതും പറഞ്ഞിട്ട് ആളുകളെ ഇടങ്ങേറാക്കേണ്ട ആവശ്യമില്ല. താല്പര്യമുള്ള ആളുകളുണ്ടോ അവരോട് ദീനിനെ കുറിച്ച് സംസാരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെട്ട പരാമർശം സൂറത്ത് സുമർ 39-ാം സൂറത്ത് തന്നെയാണ്. 45-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അഊദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. വഇദാ ദുക്കിറല്ലാഹു വഹ്ദഹു ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ വഇദാ ദുക്കിറല്ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ. രണ്ട് തരം ആളുകളെ കുറിച്ചാണ് പരിചയപ്പെടുത്തിയത്. വഇദാ ദുക്കിറല്ലാഹു വഹ്ദഹു ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ. പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഇയാള് പറയാൻ തുടങ്ങി, ഇനിയിപ്പോ ഖുർആൻ ഹദീസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ ഇടങ്ങേറായിക്കൊണ്ടിരിക്കും. ചില ആളുകളുടെ മനോഭാവം അങ്ങനെയാണ്. അള്ളാഹു അത്തരം ഗതികെട്ട അവസ്ഥ നമ്മളെല്ലാവരെയും കാക്കുമാറാകട്ടെ. അവരുടെ താല്പര്യം വഇദാ ദുക്കിറല്ലദീന മിൻ ദൂനിഹി വഹും യസ്തബ്ശിറൂൻ. ഇനി ഈ ദീനുമായി ബന്ധപ്പെടാത്ത ദുനിയാവിനെ കുറിച്ച് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. നിങ്ങൾ പറയും, നമ്മൾ കേൾക്കട്ടെ. ഇന്നത്തെ ആശങ്കകൾ, ഇന്നത്തെ രാഷ്ട്രീയം, ആ പ്രശ്നം ഈ പ്രശ്നം, കുറെ ഇലാഹുകളെ സൃഷ്ടിക്കുക. പുതിയ ഇലാഹ് വന്നിട്ടുണ്ട്, നമ്മളെയൊക്കെ ഇടങ്ങേറാക്കാൻ പോവാണ്, നമ്മളെയൊക്കെ ഇവിടുന്ന് ഓടിക്കാൻ പോവാണ്. സാമ്പത്തിക രംഗത്ത് പുതിയ പ്രശ്നം വന്നിട്ടുണ്ട്, കച്ചവട രംഗമൊക്കെ ആകെ ആശങ്കയിലാണ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ ഇടങ്ങേറാക്കുന്ന രൂപത്തിലുള്ള ചർച്ചകളാണ്. എങ്കിലും ചെവിയൊക്കെ കൂർപ്പിച്ച് മണിക്കൂറുകളോളം അത് കേട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് എല്ലാത്തരം നിഷേധാത്മകതയും ഉള്ളിലേക്ക് കൊണ്ടു നടന്ന് ടെൻഷൻ അടിച്ച് സ്വയം ജീവിച്ച് നശിക്കും എന്ന് പറയും. അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പോയി കഴിഞ്ഞാൽ എന്നും ഇയാൾക്ക് ദീൻ മാത്രമേ പറയാനുള്ളൂ. അല്ലാത്തൊരു തരം അസ്വസ്ഥതയാണ്. ഇതൊരു മാനസികാവസ്ഥയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ വ്യക്തമാക്കി. പിന്നെ നമുക്കെന്താണ് പ്രശ്നം, അല്ലെ എനിക്കെന്താണ് പ്രശ്നം? അതാ ഖുർആൻ എന്നോട് ചോദിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ഖുർആൻ ഓരോ ആളുകളുടെയും സൈക്കോളജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഓരോ തരം ആറ്റിറ്റ്യൂഡ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് മനസ്സിലാക്കണം. ഖുർആൻ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? ആരോട് എന്താണ് സംസാരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായൊരു ബോധം ഈ സംസാരിക്കുന്ന എന്നെപ്പോലുള്ള ആളുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ വീട്ടിൽ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് കേൾക്കാൻ നല്ല ഒരു മാനസികാവസ്ഥയിലാണോ എൻ്റെ ഭാര്യയുള്ളത്, അല്ല എൻ്റെ മക്കളുള്ളത്? കളിക്കുന്നതിന് ഇടയിൽ നിന്ന് മക്കളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ദീൻ പറഞ്ഞു കൊടുത്താൽ അവരെ മനസ്സിൽ അത് കയറും? ഒരിക്കലും കയറില്ല. അവർ കളിച്ചൊക്കെ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യുക, തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ഫ്രീ ആയ ഒരു സമയത്ത് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ആത്മസംഘർഷം അനുഭവിക്കുന്ന സമയത്ത് ഒരു തെറ്റിലാകപ്പെട്ടു, പ്രശ്നകലുഷിതമായ ഒരു മാനസികാവസ്ഥയിൽ നിന്നിട്ട് അവരെ ഉപദേശിക്കാൻ പോകരുത്. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് അവർ തിരിച്ച് നോർമൽ മാനസികാവസ്ഥയിലേക്ക് വരുമ്പോൾ ദീൻ പറഞ്ഞു കൊടുക്കുക. ആ പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു ശൈലിയും രീതിയൊക്കെ ഉണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നേ വരെ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി ദീൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ പലപ്പോഴും വീട്ടിൽ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എൻ്റെ മക്കളെ കുറ്റപ്പെടുത്താൻ വേണ്ടി ദീൻ ഉപയോഗിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറ്റപ്പെടുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ എത്രത്തോളം വെറുക്കുന്നുവോ അതുപോലെ എൻ്റെ മക്കളും വെറുക്കുന്നു. എൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഞാൻ ദീൻ ഉപയോഗിക്കുന്നുവെങ്കിൽ, അവിടെ ഹദീസിനെ കുറിച്ചും ഖുർആനെ കുറിച്ചും വലിയ ആവേശത്തോടെ ഞാൻ സംസാരിക്കുന്നുവെങ്കിൽ അത് സുന്നത്തിന് വിരുദ്ധമാണ്, അത് ഇസ്ലാമികമായിട്ടുള്ള സംസ്കാരത്തിന് വിരുദ്ധമാണ്, അത് തെറ്റായ ഒരു ശൈലിയാണ്. അപ്പൊ അത് തെറ്റായ ശൈലി ഇസ്ലാമിക മേഖലയിൽ ഞാൻ നടപ്പിലാക്കിയപ്പോൾ എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളോ എൻ്റെ കുടുംബക്കാരോ അത് ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ തെറ്റ് എൻ്റെ ഭാഗത്താണ്. കാരണം കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും വളരെ മോശമായ രൂപത്തിലും അനിഷ്ടകരമായ രൂപത്തിലാണ് ദീനെ ഞാൻ അവതരിപ്പിച്ചത്. അല്ലെങ്കിൽ കുറെ ആളുകൾ ദീനിനെ കുറിച്ച് കേൾക്കാൻ വേണ്ടി പാവങ്ങൾ എന്ത് ചെയ്തു, അവരുടെ ഉള്ള സമയം എല്ലാവരും വന്നിരിക്കുന്ന സമയത്ത് എല്ലാവരെയും കുറ്റപ്പെടുത്തലാണ്. ഒരാളും ശരിയല്ല, അവനും ശരിയല്ല, ഇവനും ശരിയില്ല, മൊത്തം എന്താണ് കുറ്റപ്പെടുത്തിയിട്ടും മാനസികമായിട്ട് തളർത്തിയിട്ടും ദീനിനെ കുറിച്ച് പറയാം. പലപ്പോഴും നമ്മുടെ ദീനീ സദസ്സുകളുടെ ഒരു അവസ്ഥ ഈ അവസ്ഥയിലൊക്കെയാണ്. പ്രതീക്ഷകളില്ല, സമാധാനമില്ല, സന്തോഷമില്ല. പ്രിയമുള്ളവരെ, ഖുർആൻ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്ക്. അല്ലാഹു സുബ്ഹാനഹു തആല കുഫ്രിയത്തിന്റെ ശൈലികളോട് അല്പസ്വല്പമൊക്കെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ശേഷമുള്ള ആയത്ത് വായിച്ചു നോക്കും. അവരവരോട് പറയും നരകമുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പെടുത്തിയിട്ട് അവസാനം എന്ത് ചെയ്യും, തടകാൻ തുടങ്ങും. നിങ്ങൾ നന്നായി എല്ലാം പുറത്തു തരാം കേട്ടോ, നിങ്ങൾ നല്ല വഴി ഉണ്ട് കേട്ടോ, ഹിദായത്തുണ്ട് കേട്ടോ, നിങ്ങൾ അതിലേക്ക് വാ, എല്ലാം പുറത്തു തരാം. നിങ്ങളുടെ മുമ്പ് ചെയ്ത പാപങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ നന്മയാക്കി തരാം. സുബ്ഹാനല്ലാഹ്, നമ്മൾ കരഞ്ഞു പോവും അള്ളാഹുവിന്റെ ആ ഒരു ശൈലി കണ്ടാൽ. എത്രമാത്രം സ്നേഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞുവത്രേ. അള്ളാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികർമ്മം നടത്തി നോക്കണം, അതിന്റെ ദണ്ണം മനസ്സിലാകണം. അള്ളാഹു ഒരു സൃഷ്ടികർത്താവ് എന്നുള്ള നിലയ്ക്ക് എന്റെ ദണ്ണം മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ സൃഷ്ടികർമ്മം നടത്തി നോക്കണം എന്നാ പറഞ്ഞു. അത്രമാത്രം അള്ളാഹു ഏത് കൊടും പാപിയെയും സ്നേഹിക്കുന്നുണ്ട് എന്നാണ് അള്ളാഹുവോട് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. ഏത് കൊടും പാപിയെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാതെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ആയത്തുകളൊക്കെ അതാ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്കിവിടെ വെറുപ്പ് ആരോട്? ദീനുമായി ബന്ധപ്പെടാത്ത ഒരാളോട്. ന്യായമാണോ? അള്ളാഹുവിനില്ലാത്ത വെറുപ്പ് എനിക്കെന്തിനാണ്? അതാണ് അല്ലാഹു സുബ്ഹാനഹു വളരെ വ്യക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞു. അത് നിങ്ങൾ ദീൻ ഉൾക്കൊണ്ടാൽ നിങ്ങൾക്ക് കൊള്ളാം, അവൻ ലൊലാലത്തിലേക്ക് പോയാൽ അത് ഞാൻ ഏറ്റെടുത്തോളാം, അത് അവനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ദയവിത് നിങ്ങൾ അതിന്റെ ആവശ്യമില്ലാത്ത പരിപാടിയൊന്നും ഏറ്റെടുക്കല്ലേ. വളരെ സ്നേഹത്തോടുകൂടി അല്ലാഹു പറയുകയാണ്. കാരണം എന്താണ്, ദീൻ ചർച്ച ചെയ്യുന്ന സമയത്ത് അസ്വസ്ഥത തോന്നുന്ന ആളുകളുണ്ട്. അവരോട് ദുനിയാവ് ചർച്ച ചെയ്യാതെ വലിയ സന്തോഷമായിരിക്കുകയും ചെയ്യും. ഇതൊരു മാനസികാവസ്ഥയല്ലേ? ഇനി അവരോട് പോയിട്ട് വീണ്ടും നീ ദീൻ പറഞ്ഞു കേൾപ്പിച്ചിട്ട് അവരിട്ട് ഇടങ്ങേറാക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവരെ വഴിക്ക് വിട്ടേക്ക്. അതിനുശേഷം എന്താണ് അവസ്ഥകൾ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. നീ വിഷമിക്കേണ്ട കാര്യമില്ല. അവർ അതിക്രമം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഇനി ദീനിന്റെ വഴിയിലൂടെ നീ സഞ്ചരിച്ചതിന്റെ പേരിൽ താങ്കളോട് എന്തെങ്കിലും പ്രയാസം അവർ കാണിക്കുന്നുണ്ടെങ്കിൽ പരലോകം ഉണ്ടല്ലോ. ഇവിടെ കുറെ ആളുകൾ ദീനിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു, പള്ളികളെ തകർക്കാൻ ശ്രമിക്കുന്നു, ഖുർആനെ കത്തിക്കാൻ ശ്രമിക്കുന്നു, ഇവിടുന്ന് കുറെ ആൾ ഓടിക്കാൻ ശ്രമിക്കുന്നു. ശ്രമങ്ങളല്ലേ ഉള്ളൂ. നമുക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനോട് സഹായം അർത്ഥിച്ചുകൊണ്ട് അതിനുള്ള പരിഹാരങ്ങൾ നമുക്ക് തേടാം. പിന്നെ അവരെന്തുകൊണ്ട് ദീനിനെ ഉൾക്കൊള്ളുന്നില്ല, ഇത്രയും നല്ലൊരു ഖുർആനാണല്ലോ ഇവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ കിടന്ന് ഇടങ്ങേറാകേണ്ട കാര്യമില്ല. പരലോകത്തിന്റെ അവസ്ഥ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വഹും യസ്തരിഖൂന ഫീഹാ. പരലോകത്തെത്തുമ്പോൾ ഈ കുഴപ്പക്കാരായ ആളുകളൊക്കെ അവിടെ കിടന്ന് മുറവിളി കൂട്ടാൻ തുടങ്ങും. അത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ ഇവിടെ വെച്ച് നമ്മൾ ഇടങ്ങേറാകേണ്ട കാര്യമില്ല. നമ്മുടെ എല്ലാ ഇടങ്ങേറുകളും തീർക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു മേഖല എന്നുള്ളത് അത് പരലോകമാണ്. അപ്പൊ ദീനിന്റെ പേരിൽ നമ്മളെ ബുദ്ധിമുട്ടിച്ച ആളുകളും, ദീനിനെ ശക്തമായി എതിർത്തിട്ടുള്ള ആളുകളും, ദീനിനെ പുച്ഛിച്ച ആളുകളും, ദീനിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ആളുകളെല്ലാം എന്ത് ചെയ്യും? നാളെ പരലോകത്ത് ഹാജരാക്കും. അല്ലാഹു പറയുന്നു വഹും യസ്തരിഖൂന ഫീഹാ. അവിടെ കിടന്നിട്ട് അവരിങ്ങനെ കിടന്ന് മുറവിളി കൂട്ടാൻ തുടങ്ങും. എന്താ പറയാന്നറിയോ? അള്ളാഹുവിനോട് അവർ ദുആ ചെയ്യും. എവിടെ വെച്ചിട്ടാണ്? പരലോകത്ത് വെച്ചിട്ടാണ്. റബ്ബനാ, ഞങ്ങളുടെ നാഥ. ഈ ദുആ എന്ന് പറയുന്നത് ഈ ലോകത്ത് ഏറ്റവും ഉന്നതനായ ഒരു മുഖലിസ് പോലും വിളിക്കാത്ത വിളിയിൽ അള്ളാഹുവിനെ വിളിക്കുന്നത്. അത്രയും നിഷ്കളങ്കമായ വിളിയാണ്. റബ്ബനാന്ന് വിളിക്കുകയാണ്.
റബ്ബനാ, എന്റെ റബ്ബേ, ഞങ്ങളുടെ റബ്ബേ, അഖ്രിജ്ന, ഞങ്ങളെ ഇതിൽ നിന്നും നീ ഒന്ന് പുറത്താക്കി തരുമോ. നരകത്തിൽ കിടന്നിട്ട് ഇവർ വലിയ പ്രയാസത്തിലാണ്, സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അള്ളാഹുവിനോട് വല്ലാത്ത വിളി. അതാ ഞാൻ പറഞ്ഞത്, അത്രയും വലിയ വിളി ഈ ലോകത്ത് വെച്ച് ഒരാൾക്കും വിളിക്കാൻ കഴിയില്ല. വല്ലാത്ത ഇടങ്ങേറിന്റെ ഇടയിൽ കിടന്നിട്ടുള്ള വിളിയാണ്. അള്ളാഹു ഈ ഗതികെട്ട അവസ്ഥയിൽ നമ്മളെല്ലാം കാക്കുമാറാകട്ടെ. റബ്ബനാ അഖ്രിജ്ന, അള്ളാഹുവേ ഞങ്ങളെ നീ ഒന്ന് പുറത്താക്കുമോ, ഞങ്ങളെ ഒന്ന് പുറത്താക്കുമോ. നഅമൽ സ്വാലിഹ, ഞങ്ങൾ നല്ല സ്വാലിഹീങ്ങളെ പോലെ അമലുകളൊക്കെ ചെയ്തോളാം, ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, നിന്റെ ഖുർആൻ എടുത്തോളാം, നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ എടുത്തോളാം. അതിൽ പറഞ്ഞിട്ടുള്ള ഓരോരോ കാര്യങ്ങളെയും ജീവിതത്തിൽ നടപ്പിലാക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ അങ്ങേറ്റം ശ്രദ്ധിച്ചോളാം. അതിന്റെ നിലപാട് എന്നുള്ളത് എല്ലാ അമലുകളെയും നമ്മൾ നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടതുപോലെ തന്നെ സുൽഹാക്കുന്ന ഒരു പ്രവൃത്തിയിലും ഞങ്ങൾ സജീവമായിക്കോളാം. ആലോചിച്ചു നോക്കാം. വളരെ വ്യക്തമായിട്ട് പറയും. ഇതാരാ പറയുന്നത്? വലിയ മുഖ്ലിസീങ്ങളായ ആളുകളോ മുത്തഖീങ്ങളോ മുഅ്മിനീങ്ങളോ ഒന്നുമല്ല പറയുന്നത്. മുജ്രിമീങ്ങളാണ്, കാഫിരീങ്ങളാണ്, നിഷേധികളാണ്, കുഴപ്പക്കാരാണ്, ദീനെ പുച്ഛിച്ചവരാണ്, ഖുർആനെ എടുത്ത് വലിച്ചെറിഞ്ഞവരാണ്. ഖുർആനെയും ദീനെയും എത്രമാത്രം അവഗണിക്കാമോ അത്രമാത്രം അവഗണന കാണിച്ച ആളുകൾ അവിടെ ഇരുന്നിട്ട് പറയുകയാണ്, റബ്ബന അഖ്രിജ്ന നഅമൽ സ്വാലിഹ, അങ്ങേറ്റം എന്റെ എല്ലാ അമലുകളെയും സുൽഹ് ചെയ്യുന്ന രൂപത്തിൽ പടച്ചവനെ ഞങ്ങള് പ്രവർത്തിച്ചോളാം. ഗൈറല്ലദീ കുന്നാ നഅമൽ, ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങള് ഇവിടെ വരുന്നത് വരെ എന്താണോ പ്രവർത്തിച്ചത് അതിന് വിരുദ്ധമായ പ്രവർത്തനം. എത്ര വ്യക്തതയാ കൊടുക്കുന്നത് വിശദീകരണത്തിന്. സുബ്ഹാനല്ലാഹ്, ഇവര് തന്നെ പറയാം, പടച്ചു എല്ലാം വ്യക്തമാക്കി കൊടുക്കുകയാണ്. പടച്ചവനെ ഞങ്ങൾ നല്ല സ്വാലിഹ്യങ്ങളായി മാറിക്കോളാം, ഞങ്ങളെ അമലുകളെയൊക്കെ നിന്നിലേക്ക് സുൽഹ് ചെയ്തോളാം, ഞങ്ങൾ എങ്ങനെയാണോ ഇതുവരെ പ്രവർത്തിച്ചത് അതിന് നേരെ വിപരീതമായിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാന്യമായ ഒരു ചോദ്യം അവരോട് ചോദിക്കും, അവലം നുഅമ്മിർക്കും, നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലേ എന്ന് ചോദിക്കും. ഭൗതിക ലോകത്ത് നിങ്ങൾക്ക് നല്ല ആയുസ് തന്നില്ലേ? ഏതവസ്ഥയിലാണ്? ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പരലോകത്തെക്കുറിച്ചും നിങ്ങൾ ഇപ്പോൾ കിടക്കുന്ന നരകത്തെക്കുറിച്ചും നിങ്ങൾക്ക് ലഭിക്കാതെ പോയ സൗഭാഗ്യങ്ങളുടെ കേന്ദ്രമാകുന്ന സ്വർഗത്തെക്കുറിച്ചും തൊട്ടു മുമ്പ് നടന്ന വിചാരണയെക്കുറിച്ചും മഹിഷറയെക്കുറിച്ചും ഒക്കെ അതിനു മുമ്പ് നടന്ന ബർസഖിയായ ലോകത്തെക്കുറിച്ചും ഒക്കെ വിശദീകരിക്കുന്ന, ചിന്തിക്കാൻ പര്യാപ്തമായിട്ടുള്ള കുറെ വിശദീകരണങ്ങളും ചർച്ചകളും ചിന്തകളും ഒക്കെ അടങ്ങുന്ന ഒരു ആശയം അല്ലെങ്കിൽ കുറെ പഠനങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട കുറെ നീണ്ട ഒരു ആയുസ് നിങ്ങൾക്ക് ഞാൻ തന്നില്ലേ? ആ സമയത്ത് നിങ്ങൾ ഇതൊന്നും പരിഗണിച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. ദീനിയായ കാര്യമാണോ? താല്പര്യമില്ല എന്നും ഇയാൾക്ക് തന്നെ പറയാനുള്ളൂ. അസ്വസ്ഥതയാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അസ്വസ്ഥത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുമ്പോൾ ഓടും. ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് നാട്ടുകാരെ പറ്റി പറയുമ്പോൾ, തമാശകൾ പറയുമ്പോൾ, കളിയാക്കലുകളുടെ സദസ്സിലൊക്കെ ഇങ്ങനെ ഇരിക്കും. സമയം പോലും നോക്കില്ല. കുറെ കഴിയുമ്പോൾ പെട്ടെന്ന് സമയം നോക്കിട്ട്, പടച്ചോനെ ഇത്രയും സമയമായോ, എനിക്ക് സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു, ബോധം നഷ്ടപ്പെട്ടു പോയി. തിരക്കിട്ട് പോകേണ്ടവനായിരുന്നു, പക്ഷെ അവൻ ഇതിന്റെ രസത്തിൽ അങ്ങനെ ഇരുന്ന് കുറെ കളിയാക്കൽ, അവനെ കളിയാക്കി, ഇവനെ കളിയാക്കി, റോഡെ കൂടെ പോകുന്നവരെ കളിയാക്കി, കുറെ ചിരിച്ചു, ആനന്ദിച്ചു. അങ്ങനെയുള്ള പൈശാചികമായ സദസ്സിലിരുന്നപ്പോ ഇവന്റെ ബോധം തന്നെ നഷ്ടപ്പെട്ടു പോയി. ആസ്വാദനത്തിന്റെ ആധിക്യം കാരണം. ആ പെട്ടെന്ന് സമയം നോക്കുള്ളൂ, ഇത്ര സമയം 1.5 മണിക്കൂറായി ഞാൻ ഇവിടെ വന്നിട്ട് എന്ന് പറഞ്ഞു. ഖുർആനുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നാലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും ബ്ലോക്കിലേക്ക്. സമയമല്ലോ അല്ലെ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൂചന കൊടുക്കും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിക്കോട്ടെ ഇട്ട് കാണിച്ചു തരും, ഉറക്കം വരുന്നുണ്ടോ കേട്ടോ, നിർത്തിയാ കൊള്ളാം. ചില ആളുകൾ കണ്ണിങ്ങനെ ചോപ്പിച്ച് കാണിച്ചു തരും, ഉറക്കം വരുന്നതിന്റെ ലക്ഷണങ്ങളായിട്ട്. ഇങ്ങനെ പല രൂപത്തിലുള്ള സൂചനകൾ പല സ്ഥലങ്ങളിലും ആളുകൾ ഇരുന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും, നിർത്തിക്കോ സമയമായിട്ടുണ്ട്. അപ്പൊ ഖുർആനുമായി ബന്ധപ്പെട്ട ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാകുമ്പോൾ അതിനോട് താല്പര്യമില്ലാത്ത ഒരവസ്ഥ അതായിരുന്നല്ലോ എന്ന് അല്ലാഹു അവരോട് ചോദിക്കുകയാണ്. അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ. ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനും ആലോചിക്കാനും പഠിക്കാനും ഒക്കെ ഒരുപാട് അവസരങ്ങൾ. സുബ്ഹാനല്ലാഹ്. അതിനെക്കുറിച്ച് ഒന്നുകൂടി നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ, ഇപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് ജുമാഅയ്ക്ക് വേണ്ടി നമ്മൾ ഇവിടെ പങ്കെടുക്കുന്നു.
ജുമാ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര പോയിന്റുകൾ എന്ന് മനസ്സിലാക്കി? ഒരു പോയിന്റിന് 1000 രൂപ വെച്ച് തരാമെന്ന് ഒരാൾ പറഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ചിന്തിക്കും, സുബ്ഹാനല്ലാഹ്, എപ്പോഴാണ് ജുമായ്ക്ക് വന്ന് ആദ്യം എന്താ പുള്ളിക്കാരൻ പറഞ്ഞത്, ആദ്യം ഓതിയ ആയത്ത് ഇതാണ്, അതിൻ്റെ ആശയങ്ങൾ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ പോയിന്റുകൾ നമ്മളിങ്ങനെ പെട്ടെന്ന് മാറി ഇരുന്നിട്ട് എന്ത് ചെയ്യും, എഴുതാനൊക്കെ ശ്രമിക്കും. എന്നിട്ട് ചാടിപ്പോൾ ഇത്ര പോയിന്റ് ഉണ്ട്, 10 പോയിന്റ്, 10,000 രൂപ എനിക്ക് വേണമെന്ന് പറയും. ഇല്ലേ, നമ്മൾ വല്ലാത്ത ആവേശം കാണിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഒരു പോയിന്റിന് 1000 റക്അത്ത് നമസ്കരിച്ചതിന്റെ പ്രതിഫലം തരാം. സുബ്ഹാനല്ലാഹ്. ഒരു പോയിന്റ് നമ്മൾ വീട്ടിൽ പോയിരുന്നിട്ടൊന്ന് കണക്കൂട്ടി നോക്കുക. ഇന്ന് ഞാൻ ജുമായ്ക്ക് പോയപ്പോൾ ജുമാ നമസ്കാരത്തിനും അനുബന്ധ സുന്നത്തുകൾക്കും പുറമെ എത്ര റക്അത്ത് നമസ്കരിച്ചു അത് പരിശോധിച്ച് ചോദിക്കുന്നത് നല്ലതാണ്. ഇവിടെ മാത്രമല്ല, നിങ്ങൾ ഏതൊക്കെ ഇൽമിന്റെ സദസ്സുകൾ പങ്കെടുക്കുമോ അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾ ഈ കണക്കൊന്ന് എടുത്ത് നോക്കണം. പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിരുന്നിട്ട് എത്ര പോയിന്റുകൾ എനിക്ക് ആലോചിച്ചെടുക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചിട്ട് ഒരൊറ്റ പോയിന്റിന് 1000 റക്അത്തിന്റെ. അപ്പൊ 10 പോയിന്റ് പുറത്ത് ഇങ്ങനെ ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്ന ഒരാൾക്ക് 10,000 റക്അത്ത് ജുമായ്ക്കും അനുബന്ധ സുന്നത്തിനും പുറമേ നമസ്കരിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയവനെ പോലെയാണ്. അത്രമാത്രം പ്രതിഫലം കിട്ടുന്നതാണ്. ഇത് വേണ്ടാന്ന് വയ്ക്കുന്ന ആളുകളുണ്ട്. അതാ രസം. ഒന്നും വേണ്ട, പെട്ടെന്ന് നിർത്തി തന്ന ഒരു 5 പോയിന്റും കൂടെ പറഞ്ഞോട്ടെ, വേണ്ട സമയമായി, പെട്ടെന്ന് നിർത്തിക്കൊള്ളാൻ പറയും. അത് വേണ്ട നമുക്ക്. എന്ന് വെച്ചാൽ 5 പോയിന്റ് എന്ന് വെച്ചാൽ 5000 റക്അത്ത് നമസ്കരിക്കുന്നത്, അതും സ്വീകാര്യ യോഗ്യമായ നമസ്കാരമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളെ കൊണ്ട് 1000 റക്അത്ത് നമസ്കരിക്കാൻ കഴിയുമോ? സ്വീകാര്യ യോഗ്യമായ രൂപത്തിൽ വലിയ പ്രയാസമാണ്. നമ്മുടെ മനസ്സുകളൊക്കെ അപ്പോൾ തന്നെ പതറിപ്പോകുന്നത്. ഇത്രമാത്രം പ്രതിഫലാർഹമായിട്ടുള്ള ഈ ദിക്റിന്റെയും ചിന്തകളുടെയും പഠനങ്ങളുടെയും നിരീക്ഷണ പരീക്ഷണങ്ങളുടെയും ഏറ്റവും നല്ല ഒരു അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് തന്നിരുന്നല്ലോ എന്നാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ മാ യതദക്കറു ഫീഹി മൻ തദക്കറ എന്ന് പറയുമ്പോൾ അതിന്റെ വിശാലതയെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാൻ വേണ്ടി ഒരൊറ്റ ഉദാഹരണം ഒന്ന് സൂചിപ്പിക്കാം. ഇപ്പൊ മുസ്ലിം ലോകത്ത് പഴയകാല സയന്റിസ്റ്റുകളിൽ വളരെ പ്രധാനപ്പെട്ട റോബോട്ടിക്സ്, ഫാദർ ഓഫ് റോബോട്ടിക്സ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. റോബോട്ടിക്സിന്റെ പിതാവ്, ഇന്നത്തെ AI ഇന്റലിജൻസിന്റെ ഗ്രാൻഡ് ഫാദർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹത്തിന്റെ പേര് ഇമാം അൽ ജസരിയാണ്. ഇമാം അൽ ജസരി റഹ്മത്തുള്ളാഹി അലൈഹി സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ലോകത്തിന് സംഭാവന ചെയ്ത് എന്താണ്? അദ്ദേഹത്തിന്റെ നിരീക്ഷണ ഗവേഷണത്തിലൂടെ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. ഒരുപാട് കാര്യങ്ങൾ സംഭാവന ചെയ്തു. നിലനിൽക്കുന്ന 2 കാര്യങ്ങൾ, ഒന്ന് ക്രാങ്ക് ഷാഫ്റ്റും മറ്റൊന്ന് കാങ്ക് ഷാഫ്റ്റും. മുമ്പ് എപ്പോഴെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഡീസൽ എഞ്ചിൻ ആയിരുന്നാലും പെട്രോൾ എഞ്ചിൻ ആയിരുന്നാലും ഈ ക്രാങ്ക് ഷാഫ്റ്റും കാങ്ക് ഷാഫ്റ്റും പ്രവർത്തിച്ചേ പറ്റൂ. അതില്ലാത്ത വണ്ടി ഒന്നും സ്റ്റാർട്ടാകില്ല എന്നാണ്. അപ്പൊ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, നേരെ വീട്ടിലേക്ക് നമ്മൾ പോവാണ്. എത്രയോ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചു. ഇന്ന് ഈ നിമിഷവും ലോകത്ത് ഒരുപാട് വാഹനങ്ങൾ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ മാ യതദക്കറു ഫീഹി മൻ തദക്കറ എന്നുള്ള ഒരു പ്രവർത്തനത്തിൽ അൽ ജസരി ഏർപ്പെട്ടത് കൊണ്ട് മാത്രമാണ് അത്രയും വലിയൊരു നേട്ടം അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടുള്ളതും ലോകത്തിന് വേണ്ടി അത് സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടുള്ളതും. അതിന്റെ പ്രതിഫലം അദ്ദേഹം നല്ല നിയത്തോടു കൂടിയാണെങ്കിൽ ഇന്നും ഓരോ വാഹനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുമ്പോഴും ഖബറിലേക്ക് ആ പ്രതിഫലം പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം വിശാലമാണ് ഈ പഠനത്തിന്റെ നന്മ, അതിന്റെ അനന്തര ഫലങ്ങൾ എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. നമ്മളെന്തെങ്കിലും പഠിച്ചു ചെയ്യുന്നുവെങ്കിൽ ആ നിയത്തോടുകൂടി നമ്മൾ ചെയ്തോളൂ. അത് നിലനിൽക്കുന്ന കാലത്തോളം അതിൻ്റെ എല്ലാ പ്രതിഫലങ്ങളും നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അത്രമാത്രം വിശാലമാണ് ഇൽമിന്റെ അല്ലെങ്കിൽ ഖുർആനികമായ ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ച, പഠന, നിരീക്ഷണങ്ങളുടെ മേഖലകളുടെ മഹത്വം എന്നുള്ളത്. ഇതൊക്കെ തന്നിരുന്നല്ലോ എന്ന് അല്ലാഹു അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ശേഷം ഒരു ചോദ്യം കൂടി, വജാഅകുമുൻ നദീർ, താങ്കളിലേക്ക് പ്രവാചകന്മാരും വന്നിരുന്നല്ലോ, അല്ലെ? പ്രവാചകരുടെ അധ്യാപനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പിന്നീട് ആ ഒരു വിസാറത്ത് അഥവാ ആ അനന്തരം ഏറ്റെടുത്തുകൊണ്ട് ഇൽമ് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആലിമ്യങ്ങൾ താങ്കളുടെ അടുക്കൽ വന്നിരുന്നല്ലോ. ഇതൊന്നും വരാത്ത അവസ്ഥയൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല, എല്ലാം വന്നതാണ്. അല്ലാഹു പറയും ഫദൂഖു, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല, അനുഭവിക്കുക തന്നെ. ഫമാലിൽ ളാലിമീന മിൻ നസീർ. ഒരു കാര്യം കൂടി പറയാം, ഇങ്ങനെയുള്ള ളാലിമീങ്ങളെ രക്ഷിക്കാൻ ഇവിടെ ആരും ഉണ്ടാകത്തില്ല. അത് മുൻകൂട്ടി പറഞ്ഞ വിഷയമാണ്. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞ വിഷയമല്ല. ഈ എന്താണ് മാ യതദക്കറു ഫീ മൻ തദക്കറ എന്നുള്ളതിൽ ഇതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ നിങ്ങൾ ഏറ്റെടുത്തില്ല, നിങ്ങൾക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. മനുഷ്യന്മാരെ കളിയാക്കുന്ന പരിപാടിയോടൊക്കെ വലിയ ആവേശമായിരുന്നു. അതിന്റെ ഫലമാണ് ഫദൂഖു. ഇനിയിപ്പം അനുഭവിക്കുകയല്ലാതെ വേറൊരു മാർഗമില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായ മറുപടി കൊടുക്കുകയാണ്. ഈ ഗതികെട്ട അവസ്ഥയിൽ നിന്നും അല്ലാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും തഖ്വയിൽ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും രണ്ടാമതൊന്നുകൂടി ഉണർത്തുകയാണ്. സൂറത്തുൽ ഫാത്തിറിന്റെ 38-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഇന്നല്ലാഹ ആലിമു ഗൈബിസ് സമാവാതി വൽ അർദ്, ഇന്നല്ലാഹ ആലിമു ഗൈബിസ് സമാവാതി വൽ അർദ്, ഇന്നഹു അലീമും ബിദാത്തി സുദൂർ. അപ്പോൾ നേരത്തെ നമ്മൾ ഓതപ്പെട്ട ആയത്തിന്റെ തുടർന്നുള്ള ഒരു ആയത്തായിട്ടാണ് ഈ ആയത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ പരലോകത്ത് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള ഒരു മറുപടിയാണ്. അതിലൂടെ ഈ ലോകത്ത് ഓരോ മുസ്ലിമിന്റെയും ധർമ്മം എന്താണ് എന്നതിനെ വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു. നമുക്ക് നൽകിയിട്ടുള്ള ഈ ഒരു സമയം, ഈ ഒരു ആയുസ് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ വിനിയോഗിക്കുക. അത് വിനിയോഗിക്കാൻ തയ്യാറാകാത്ത ആളുകളെയൊക്കെ വെറുതെ വിട്ടേക്കുക. നമ്മൾ രാവിലെ തഹജ്ജുദിന് എഴുന്നേറ്റ ആളുകളുണ്ടാവും, നമസ്കരിച്ച ആളുകളുണ്ടാവും, ശേഷം ഒരുപാട് അള്ളാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്ത ആളുകളുണ്ടാവും, അതിനുശേഷം ദിക്റിൽ ഏർപ്പെട്ട ആളുകളുണ്ടാവും, മഹത്തായ സുബഹി നമസ്കാരത്തിലും അതിനു മുമ്പുള്ള സുബഹിയിലും സുന്നത്തിലും പങ്കെടുത്ത ആളുകളുണ്ടാവും. ഇങ്ങനെ ഒരുപാട് അമലുകളാണ് അൽഹംദുലില്ലാഹ് ഓരോ ആളുകളുടെയും ജീവിതം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഈ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കും. അവിടെ കുറെ വീട്ടിസഭകളുണ്ടാവും. ഒരു തമാശയിൽ നിന്നും ആരംഭിക്കും ചർച്ച. അതങ്ങനെ ചർച്ച കൊടുമ്പിരി കൊണ്ട് നമ്മുടെ തഹജ്ജുദ് പോയി, അനുബന്ധ സുന്നത്ത് പോയി, അതിനു മുമ്പുള്ള ദിക്റുകൾ പോയി, കരഞ്ഞുള്ള ദുആ പോയി, എല്ലാ അമലുകളും നഷ്ടപ്പെടുത്തിയതിനു ശേഷം ഇബ്ലീസ് പറയും, ഇനി പൊക്കോളാൻ പറയും. ഇനി പൊക്കോ, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇങ്ങനെ ഓരോ വ്യക്തികളും ഒരുപാട് അമലുകൾ ചെയ്തിട്ട് അതിനെ മുഴുവൻ നശിപ്പിച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥ പൊതുവിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരവസ്ഥയാണ്. അതിൽ നിന്നും പ്രിയമുള്ളവരെ നമ്മൾ വളരെയധികം നമ്മളെ സുരക്ഷിതരാക്കുക എന്നുള്ളതാണ്. അമലുകളൊക്കെ അവിടെ കിടന്നോട്ടെ, അതൊന്നും നഷ്ടപ്പെടുത്തി കളയണ്ട. അവിടെയാണ് അള്ളാഹു നേരത്തെ പറഞ്ഞ ഒരു വിഷയം, എന്താണ്? മാ യതദക്കറു ഫീഹി മൻ തദക്കറ. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നേരെ വീട്ടിലേക്ക് പോയാൽ എന്തെങ്കിലും നല്ലൊരു കാര്യം വായിച്ചുകൊണ്ടിരിക്കാമല്ലോ, ഖുർആൻ വായിച്ചുകൊണ്ടിരിക്കാമല്ലോ, ഇല്ലെങ്കിൽ വീടിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാമല്ലോ, മക്കളുടെ പഠനത്തിന്റെ കാര്യത്തെക്കുറിച്ചൊന്ന് ശ്രദ്ധിക്കാമല്ലോ, എന്തെങ്കിലുമൊക്കെ വീടിന്റെ വിശേഷങ്ങൾ, വീടിന്റെ സാംസ്കാരിക വശത്തെ ഒന്ന് ശ്രദ്ധിക്കാമല്ലോ. പലപ്പോഴും പല മക്കളും വഴിതെറ്റി അങ്ങേയറ്റം പോയി ഇനി തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥയിൽ എത്തുമ്പോഴാണ് പിതാവ് അത് അറിയുന്നത്, അല്ലെങ്കിൽ മാതാവ് അത് അറിയുന്നത്. നമ്മുടെ ഇവിടെയുള്ള ഒരു അവസ്ഥ അതാണ്. തിരിച്ചെടുക്കാൻ കഴിയില്ല, അത്രത്തോളം അവസ്ഥയിൽ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ കരച്ചിലായി, പ്രയാസങ്ങളായി, ദുആ ചെയ്യാൻ പറച്ചിലായി. എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മെഡിക്കൽ ഫീൽഡും സൈക്കോളജിയും സോഷ്യോളജിയും ഒക്കെ പറയുന്നത് ഒരു പ്രയോജനമില്ല എന്നാ. പിന്നെ ആളുകൾ സമാധാനിപ്പിക്കാൻ വേണ്ടി കുറച്ചൊക്കെ ഒരു സമാധാനം കൊടുക്കും എന്നല്ലാതെ വലിയ പ്രയോജനമൊന്നും ഇല്ല എന്ന് മാത്രമല്ല, അത് തന്നെയാണ് പിന്നീട് നമുക്ക് അവരിൽ കാണാൻ സാധിക്കുക. ഇതൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യം, നമസ്കാരം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവുക, അനാവശ്യ ചർച്ചകൾ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക, മക്കളുമായിട്ട് കുറച്ച് സമയം സംസാരിക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ ഈ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു ക്വാളിറ്റി ടൈം എന്ന് പറയുന്ന ഒരു ടൈമിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ക്വാളിറ്റി ടൈം? നമ്മൾ മക്കളുമായിട്ടൊക്കെ കൂടിയിരുന്ന് സംസാരിക്കുക, ഭാര്യയും മക്കളുമായി കൂടി കുറച്ച് സമയം നമ്മളൊന്ന് കണ്ടെത്തുക. അത്ര രസമുള്ള പരിപാടിയൊന്നും അല്ലെങ്കിലും നമ്മളത് ചെയ്താൽ അൽഹംദുലില്ലാഹ് ജീവിതത്തിൽ നമ്മുടെ രസങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ നമുക്ക് സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാ എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം എന്താണ്? മാ യതദക്കറു ഫീഹി മൻ തദക്കറ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് പെടുന്നതാണ്. അതിനിടയിൽ നല്ലൊരു ചർച്ച വെക്കുക, സ്കൂളിലെ വിശേഷങ്ങൾ അന്വേഷിക്കുക. അപ്പോൾ മക്കളുടെ ഭാഗത്ത് എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചാൽ സ്നേഹത്തോടു കൂടി, ഒരു കുറ്റപ്പെടുത്തലല്ല, മനപ്രയാസമല്ല, ആ രൂപത്തിൽ നല്ല രൂപത്തിൽ അതൊന്ന് വഴിതിരിച്ചു വിടുക, നല്ല വഴിയിലേക്ക് ഒന്ന് തിരിച്ചു വിടുക. ഇതെല്ലാം എന്താണ്? ഈ പറയപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാ അമലു സ്വാലിഹാത്തുകളാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാരണം നമ്മുടെ മക്കൾ നല്ലവരായി വളർന്നു. അവർ ഈ ഭൂമിയിൽ എന്തൊക്കെ നന്മകൾ ചെയ്യുമോ അതിൻ്റെ എല്ലാ പ്രതിഫലവും ഇൻഷാ അല്ലാഹ് കാരണക്കാരായ നമ്മളുടെ ഖബറിലേക്ക് എത്തും എന്ന വിഷയത്തിൽ ഒരു സംശയമില്ല. പ്രിയമുള്ളവരെ, പ്രതിഫലങ്ങൾ നേടാനാണെങ്കിൽ ഒരുപാട് അവസരങ്ങളുണ്ട്, നശിക്കാനാണെങ്കിൽ അതിനുള്ള അവസരവും ധാരാളമായിട്ട് നമുക്കിടയിലുണ്ട്. നമ്മളത് കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അള്ളാഹു ചിന്തിക്കാനുള്ള നല്ല തൗഫീക്ക് നൽകി നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള വലുതും ചെറുതുമായ മുഴുവൻ പാവങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഫദ്ല് കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു ദുആ വസിയത്തുണ്ട്. ഒരു 7 വയസ്സുകാരൻ, ഒരു കുഞ്ഞ് വലിയൊരു പ്രയാസത്തിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. കരളിനെന്തോ അസുഖം ബാധിച്ചോ എന്നുള്ള ചെറിയൊരു സംശയം ഇപ്പോൾ പറയുന്നുണ്ട്.
എല്ലാവരും അവരുടെ ദുആയിൽ ഉൾപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിൻ്റെ എല്ലാ പ്രയാസങ്ങളെയും മാറ്റി കൊടുക്കുമാറാകട്ടെ. പരിപൂർണ്ണ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആശങ്കകളെല്ലാം അകറ്റി സമാധാനത്തോട് ജീവിക്കാനുള്ള നല്ല തൗഫീക്ക് ആ കുഞ്ഞിനും ആ മാതാപിതാക്കൾക്കും കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ നമ്മുടെ കുടുംബത്തിലുള്ള നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഖബറുകളെ അള്ളാഹു വിശാലമാക്കുകയും അവർക്കൊക്കെയും മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ലോകത്ത് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും കരകയറ്റി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും ഫലസ്തീനിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവർക്കും അള്ളാഹു സമാശ്വാസം കൊടുത്ത് നല്ലൊരു പകരം കൊടുത്ത് സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും പ്രയാസങ്ങൾ രോഗങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളെയും അള്ളാഹു പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. ലോക മുസ്ലിമീങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ട ഇസ്സത്തിനെ ഖുർആന്റെയും ഹദീസിന്റെയും തിരിച്ചറിവിന്റെയും വഴിയിലൂടെ തിരിച്ചെടുക്കാനുള്ള തൗഫീഖും താഖത്തും കൊടുത്ത് മുസ്ലിം ലോകത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.